നമസ്കാരം. പരിചയമില്ലാത്ത ഒരാളെയും അനാവശ്യമായി ഒന്നും പറയരുത് ആരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പറയുന്നതിൽ വസ്തുത ഉണ്ടാവണം. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ സുദീർഘമായ സേവനം വർഷങ്ങളോളം നടത്തിയ ആളായിരുന്നു ഇടവേള ബാബു എന്ന് ഞാൻ പറയണ്ടല്ലോ. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ അയാൾ മനോഹരമായി അമ്മയുടെ ഭരണം നടത്തിയിരുന്നു. പക്ഷേ ഒരു ദിവസം ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്നും ഇടവേള ബാബുവിനെ പറഞ്ഞു വിട്ടു. പക്ഷേ അയാൾക്ക് അപ്പോൾ ചാർത്തി കൊടുത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവിടുത്തെ യൂട്യൂബർമാർ മുഴുവൻ എന്തെല്ലാം തെറികൾ എഴുതി ബാബുവിനെ. വെള്ളമടിക്കാരനായും പെണ്ണുപിടിയനായും തിലകനെ വകവയ്ക്കാത്തവനായും ഒക്കെ ബാബുവിനെ വിലയിരുത്തി. പറയാൻ പാടില്ലാത്ത പട്ടമൊക്കെ ബാബുവിന് ചാർത്തി കൊടുത്തു. അമ്മയുടെ ജനറൽ സെക്രട്ടറി പദം കൊണ്ട് അയാൾ സുഭിക്ഷമായി ജീവിക്കുന്നു എന്ന കഥകൾ വരെ പറഞ്ഞു വരുത്തി. ജനം അതൊക്കെ വിശ്വസിച്ചു. ബാബുവിനെ ഒരു പക്ക വില്ലനായി മലയാളി കണ്ടു. ആരോടും ഒന്നിനും വിശദീകരണം നൽകാതെ അയാൾ ഇറങ്ങിപ്പോയി. നഷ്ടം ആർക്കാ? അമ്മയിലെ സാധാരണ പ്രവർത്തകർക്ക് മാത്രം എന്ന് ഞാൻ പറയും. ഇപ്പോൾ അമ്മയിൽ തമ്മിൽ തല്ലല്ലാതെ ഒന്നുമില്ലാത്ത സ്ഥിതിയിലാക്കി കളഞ്ഞു. പെണ്ണും മക്കളും ഒന്നുമില്ലാത്ത ബാബു സ്വന്തം വീട് പോലെ അമ്മയെ കൊണ്ടു നടന്നു. ബാബു പക്ഷപാതത്വം കാണിച്ചു എന്ന് ശത്രുക്കൾ പോലും പറയില്ല. എന്നിട്ടും അയാളെ നന്നായി ക്രൂശിച്ചു. തോന്നലുകളിൽ ജീവിച്ച തിലകനൊക്കെ തോന്നലുകളിൽ പറഞ്ഞതൊക്കെ ജനം സത്യമാണെന്ന് വിശ്വസിച്ചു. ഇടവേള ബാബു ഒരു രാക്ഷസനാണെന്ന് ജനം കരുതി. ഇടവേള ബാബുവിനെ പറ്റി ഇപ്പോൾ ഓർത്തത്, യാദൃശ്യമായി എൻ്റെ പുസ്തക ശേഖര കൂമ്പാരത്തിൽ എന്തോ പരതുന്നതിനിടയിൽ എനിക്കൊരു പത്ര കട്ടിങ് കിട്ടി. ഇരിഞ്ഞാലക്കുടക്കാരൻ ബാബു ചന്ദ്രൻ, ഇടവേള ബാബുവിൻ്റെ യഥാർത്ഥ പേര് ബാബു ചന്ദ്രൻ എന്നാണ്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ മത്സരിച്ചപ്പോഴുള്ള ഒരു പടവും വാർത്തയുമാണ് എൻ്റെ കൈ കിട്ടിയത്. ഞാൻ അതിശയപ്പെട്ടു അത് കണ്ടപ്പോൾ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ബാബു ചന്ദ്രൻ ഒരേ ഒരു തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. നാടോടി നൃത്തത്തിന് 1ാം സമ്മാനം, സംസ്ഥാനത്തെ മികച്ച നാടോടി നർത്തകനുള്ള 1ാം സമ്മാനം തന്നെ ആ പ്രോഗ്രാമിൽ ഇടവേള ബാബു നേടി. 1ാം സമ്മാനം കിട്ടിയപ്പോൾ സ്കോളർഷിപ്പായി കിട്ടിയ 500 രൂപയാണ് ഇടവേള ബാബുവിന് കലാരംഗത്ത് നിന്നും കിട്ടിയ ആദ്യ പ്രതിഫലം. ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാബു ചന്ദ്രൻ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. പ്രശസ്ത നൃത്ത അധ്യാപകൻ തൃപ്പൂണിത്തുറ ഷാഡോ ഗോപിനാഥിൻ്റെയും ബാബുവിൻ്റെ അമ്മ ശാന്താരാമൻ്റെയും ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച ആളാണ് ബാബു. കലോത്സവ വേദിയിൽ ആ പഠനം കൊണ്ടാണ് മത്സരിക്കാനെത്തിയത്. കലം ചട്ടി പൂച്ചട്ടി എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇടവേള ബാബു അവതരിപ്പിച്ചത്. മത്സരത്തിൻ്റെ അന്ന് ബാബുവിന് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. തൻ്റെ പരിപാടിക്ക് ഗിറ്റാറിസ്റ്റായിരുന്ന ആൻ്റണി പെട്ടെന്നുണ്ടായ അസുഖം മൂലം പ്രോഗ്രാമിന് എത്താൻ കഴിയില്ല എന്നറിയിച്ചു. സ്ഥലത്ത് മറ്റേതോ മത്സരത്തിനെ അവതരിപ്പിക്കാനെത്തിയ ഒരു ഗിറ്റാറിസ്റ്റിനെ തപ്പിപ്പിടിച്ചു. പാട്ടുകാരൻ സുകുമാരൻ ഒറ്റ തവണ പാടി കേൾപ്പിച്ചപ്പോൾ ഗിറ്റാറിസ്റ്റിന് ഉഷാർ. മനോഹരമായി അയാൾ ഗിറ്റാർ വായിച്ചു. ആ ഗിറ്റാറിസ്റ്റിനെ 30 വർഷങ്ങൾക്ക് ശേഷം ബാബു സംവിധാനം ചെയ്ത ഉഷാ ഉതുപ്പിൻ്റെ പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടി. എനിൽ ഐസക് എന്നാണ് ആ ഗിറ്റാറിസ്റ്റിൻ്റെ പേര്. ബാബു നാടോടി നൃത്തം ചെയ്യുമെന്നൊക്കെ അന്ന് മെലിഞ്ഞ പയ്യനായോണ്ടായിരിക്കാം ചെയ്യാൻ പറ്റി. ഇനി നാടോടി നൃത്തം ചെയ്യാൻ പറഞ്ഞ വിവരം അറിയും. നമ്മൾ കുറേ പേർക്ക് ചിലപ്പോൾ ഈ ക്ലിപ്പിങ്സ് വായിച്ചിരിക്കാം, ഈ പത്ര കട്ടിങ് വായിച്ചിരിക്കാം. പക്ഷേ ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ഒരു പുതിയ അറിവായിരുന്നു അത്. അടുത്ത കഥ ബിഗ് ബോസ് കൊണ്ട് ഒരു ഗുണമുണ്ടായ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അഖിൽ മാരാർ എന്ന കോൺഗ്രസ്സുകാരനാണെന്ന്. എൻ്റെ ജീവരക്തം എന്ന് സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞു നടന്ന പയ്യന് നിയമസഭാ സീറ്റ്, അതും തൻ്റെ ജന്മനാടായ കൊട്ടാരക്കരയിൽ തന്നെ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. കൊട്ടാരക്കരയിൽ അഖിൽ മാരാരാണോ എന്ന് മൂക്കത്ത് വിരൽ വയ്ക്കണ്ട. അഖിൽ മാരാർ തന്നെ കൊട്ടാരക്കരയിൽ അവിടെ കമ്മ്യൂണിസം മതിയാക്കി അനാരോഗ്യം കാരണം ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഷെഡിൽ കയറിയ ഐഷ പോറ്റി സടകുടഞ്ഞെണീച്ച് ഗാന്ധിയൻ ആദർശങ്ങളുമായി
കൈപ്പത്തി ചിഹ്നത്തിൽ വരുന്നുവെന്നും കോൺഗ്രസ്സുകാർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചുവെന്നും ഞങ്ങളുടെ ബാലകൃഷ്ണ സാറിനെ മലർത്തി അടിച്ചതൊക്കെ ഞങ്ങൾ മറന്നു എന്നൊക്കെയാണല്ലോ കരകമ്പി. പിന്നെ എങ്ങനെ അഖിൽ മാരാരാകും കൈപ്പത്തിയിൽ എന്നത് സ്വാഭാവികമായ സംശയമാണ്. കൈപ്പത്തിയിലിരിക്കുന്ന മാങ്ങയാണ് മാരാരുടെ ചിഹ്നം. മാങ്ങ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിയുറച്ച ഗാന്ധിയനാണ് അഖിൽ മാരാർ. ഇത്തവണ ബിഗ് ബോസിൻ്റെ ഗ്ലാമറിലൊരു സ്ഥാനാർത്ഥിയാകണമെന്ന അടങ്ങാത്ത മോഹം അദ്ദേഹത്തിനുണ്ടായി. കോൺഗ്രസ്സിൽ ഒരു സീറ്റിൽ 20 പേർ സ്ഥാനമോഹികളായി ഉള്ള കാലവുമാണ്. അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് മാരാർക്ക് തോന്നുക സ്വാഭാവികം. ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായി കമ്മ്യൂണിസ്റ്റിനെയും BJPയെയും ഒരുപാട് വഴക്ക് പറഞ്ഞ ആളുമാണ്. BJPയോട് മോശമല്ലാത്ത കലിപ്പുമുണ്ട്. നേരെ കിറ്റക്സ് സാബുവിനെ കണ്ടു. ശ്രീനിവാസൻ മരിക്കുകയും ലാല്, നമ്മുടെ നടനും സംവിധായകനും ഒക്കെ ആയ ലാല് പഴയ മമത കാട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പോഴാണല്ലോ അഖിൽ മാരാർ ചെല്ലുന്നത്. ഏതെങ്കിലുമൊക്കെ സിനിമാക്കാർ വേണം 2020-ക്ക്. മാരാരെ ബാബു സ്വീകരിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി ആയിക്കോ എന്ന് പ്രഖ്യാപിച്ചു. NDAയിൽ ഇനി രണ്ടാമത്തെ പാർട്ടിയാകാൻ 2020 വരികയാണല്ലോ. BDJSനെ പോകാൻ പറ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിറ്റക്സ് സാബു നിൽക്കുന്നത്. എനിക്ക് കാശും ഇഷ്ടംപോലെ കാശും ആളുമുണ്ടല്ലോ എന്നാണ് സാബുവിൻ്റെ ചിന്ത. താമരയുമായൊരു കോംപ്രമൈസ് മാരാർ കാണിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കിറ്റക്സിൻ്റെ 2020 ചെന്ന് ചേർന്നത്. അങ്ങനെ താമരയിലേക്ക് എത്താൻ മാങ്ങ വഴി താമര വോട്ടുകൾ പിടിക്കാം എന്നാണ് അഖിൽ മാരാറുടെ വിശ്വാസം. ബാലഗോപാലിനെയും ഐഷ പൊറ്റിയെയും നാവിൻ്റെ ബലം കൊണ്ടുവന്ന് വീഴ്ത്തി മാരാരൊരു MLA ആവുകയും NDA ഏറ്റവും വലിയ മുന്നണിയാകുകയും 30-ൽ 10 പേർ 2020-ൽ നിന്ന് ജയിക്കുകയും 35 സീറ്റ് മൊത്തം കിട്ടിയാൽ മന്ത്രിസഭ ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ നമ്മുടെ സുരേന്ദ്രൻ ഇത്തവണയും മത്സരിക്കുന്നുമുണ്ട്. കക്ഷിയെ മുഖ്യമന്ത്രിയാകാൻ രാജീവ് ചന്ദ്രശേഖർ അനുവദിക്കുമോ, അനുവദിച്ചാൽ ശോഭ തടസ്സം നിൽക്കുമോ എന്നൊന്നും ഇപ്പോൾ ചോദിക്കരുത്. കാരണം കഥയിൽ ചോദ്യമില്ല. അങ്ങനെ സുരേന്ദ്രൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായാൽ 2020 മിനിമം 5 മന്ത്രി കസേര ചോദിച്ച് അവസാനം 2 എണ്ണം ഒപ്പിച്ചാൽ ഇപ്പോൾ സാബു മാത്രമാണ് 2020-യുടെ ഏക മുഖം. മാരാരും കൂടി വന്നതിനാൽ ആ മുഖം അല്പം കൂടി വികസിക്കും. അപ്പോൾ രാജേന്ദ്ര ആർലേക്കർ സാബുവിനൊപ്പം മാരാർക്കും സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കും. സാംസ്കാരിക സിനിമാ മന്ത്രിയായി ഒരു വിലസണം അഖിൽ മാരാറേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാരാര് വെലസും നമുക്ക് നോക്കാം. അടുത്ത കഥ, തിരുവനന്തപുരം തെക്കാട്ടുള്ള മേടയിൽ വീടെന്നാൽ ഒരു കാലത്ത് തിരുവനന്തപുരം ബെൽറ്റെന്ന് വിളിച്ചിരുന്ന സിനിമാക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു. മേടയിൽ വീടിൻ്റെ എതിർവശത്തെ കെട്ടിടത്തിലായിരുന്നു സംഗീത കോളേജിലെ തലവനായിരുന്ന ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ ഔദ്യോഗിക വീട്. ഈ വീട്ടിലെ കാർ ഷെഡിൽ കിടന്നോളാൻ ചെമ്മാങ്കുടി പറഞ്ഞതിനാലാണ് നമ്മുടെ ഗാനഗന്ധർവന് സംഗീത പഠനം തുടരാനായത്. ആ കെട്ടിടമാണ് ഇന്നത്തെ ഭാരത് ഭവൻ. ഈ കെട്ടിടത്തിന് എതിർവശത്തുള്ള മേടയിൽ വീട് സംഗീതജ്ഞനായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും സംഗീത അധ്യാപികയും ഹരികഥ പാടി നടക്കുകയും ചെയ്ത ഹരിപ്പാട് മേടയിൽ വീട്ടിൽ കമലാക്ഷി വാരസ്യാരുടെയും വീടാണ്. ഇവർ രണ്ടുപേരെയും പുതുതലമുറ അറിയാനിടയില്ല. ഇവരുടെ മക്കളാണ് MG രാധാകൃഷ്ണനും പ്രൊഫസർ ഓമനക്കുട്ടിയും പിന്നെ MG ശ്രീകുമാർ. അച്ഛനമ്മമാരുടെ പാരമ്പര്യം നിലനിർത്തിയ മക്കൾ എന്ന് പറയാം. പിന്നണി ഗായകനാകാൻ കൊതിച്ച് സംഗീത സംവിധായകനായി മാറിയ ആളാണല്ലോ MG രാധാകൃഷ്ണൻ. ചേട്ടൻ്റെ തണലിൽ സംഗീതം പഠിക്കാതെ ഗായകനായ അനുജനാണ് MG ശ്രീകുമാർ. ഇരുവരുമായി എവിടെയോ വെച്ച് മാനസികമായി അകന്നു. അക്കഥയാണ് ഭരതമെന്ന് പലരും പറയാറുണ്ട്. അതൊന്നുമല്ല. MG ശ്രീകുമാർ ശ്രദ്ധേയനായി എന്നതിൽ തർക്കമില്ല. 25,000-ഓളം പാട്ടുകൾ സിനിമയിലും കാസറ്റുകളിലുമൊക്കെയായി ഇതിനകം ശ്രീകുമാർ പാടിക്കഴിഞ്ഞു. സംഗീതം പഠിക്കാത്ത ഗായകനായിട്ടും കുറച്ചു കാലം നമ്മുടെ യേശുദാസിന് നല്ല വെല്ലുവിളി ഉയർത്തിയ ഗായകനായിരുന്നു ശ്രീകുമാർ. 10-15 വർഷക്കാലം ചേട്ടൻ്റെ ഒപ്പം പ്രോഗ്രാമുകളിൽ പുറകിലിരുന്ന് പാടി കിട്ടിയതാകണം ഈ മിടുക്ക്.
പിന്നെ അയാളുടെ കഠിനാധ്വാനവും സുഹൃത്തുക്കൾ മലയാള സിനിമ കൈയടക്കിയതും ഒക്കെ ഗുണമായി. കാരണം നമ്മുടെ മോഹൻലാലും പ്രിയദർശനും കിരീട ഉണ്ണിയും ദിനേശ് പണിക്കരും ഇങ്ങനെ ഒരു വലിയ ഗ്യാങ് തിരുവനന്തപുരം ബെൽറ്റിൽ നിന്ന് വളർന്നു വന്നല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ഓമനയായി വളർന്നുകൊണ്ടാണ് എം ജി ശ്രീകുമാറിന് വളർച്ച ഇരട്ടിയായത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്താണ് കാരണം എന്ന് ഞാൻ ചികഞ്ഞിട്ടില്ല. ജ്യേഷ്ഠാനുജന്മാർ മാനസികമായി അകന്നിരുന്നു എന്നുള്ളത് സത്യം. ഒരു കുടുംബം കലക്കി ഫോട്ടോഗ്രാഫർ എന്നെ പറഞ്ഞ് അകറ്റിയതാണ് എന്ന് എം ജി ശ്രീകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരോടും സ്വകാര്യമായി എം ജി ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. അതിനു മുന്നേ ഈ ഫോട്ടോഗ്രാഫർ ശ്രീകുമാറിൻ്റെ എർത്തായി പല പണികൾക്കും കാവൽ നിന്നിട്ടുണ്ട് എന്നത് എം ജി ശ്രീകുമാർ മറന്നും പോയി. എന്തായാലും കുറേ കാലം മേടയിൽ വീട്ടിൽ അസ്വസ്ഥത പുകഞ്ഞിരുന്നു. സ്വന്തം സംഗീത ഗുരുവായ ജ്യേഷ്ഠൻ മരിച്ചിട്ട് വരാതെ പോയ അനുജനെ എത്ര വെളുപ്പിച്ചാലും അത് വെളുക്കില്ല. അതാണ് യാഥാർത്ഥ്യം. ജ്യേഷ്ഠൻ മരിച്ചതോടെ അനുജൻ മേടയിൽ വീടിൻ്റെ തൻ്റെ ഭാഗം മതിൽ കെട്ടി അടച്ചു എന്നുള്ളതും സത്യമാണ്. നടുക്കൂടെ മതിൽ കെട്ടി അടച്ചു കളഞ്ഞു. തൻ്റെ ഭാഗം ഒരു അന്യമതസ്ഥന് വിൽക്കാൻ തീരുമാനിച്ചതും സത്യമാണ്. ഒടുവിൽ പറഞ്ഞ കാശ് നൽകി ജ്യേഷ്ഠൻ്റെ മക്കൾ മേടയിൽ സ്വന്തമാക്കുകയും നടുവിലൂടെ കെട്ടിമറിച്ച മതിൽ പൊളിച്ചു കളഞ്ഞ് സുന്ദരമായി വീടാക്കി സൂക്ഷിക്കുന്നതും യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ശ്രീകുമാറിൻ്റെ ചേച്ചി അല്ലെങ്കിൽ എം ജി രാധാകൃഷ്ണൻ്റെ അനുജത്തി ഓമനക്കുട്ടി ടീച്ചറാണ്. സഫാരി ചാനലിലോ മറ്റോ അവർ പറഞ്ഞ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇപ്പോൾ ആരോ എനിക്കും എടുത്ത് അയച്ചു തന്നു. 15 വർഷം എൻ്റെ ചേട്ടൻ്റെ പുറകിൽ പാടിയിരുന്ന വ്യക്തിയാണ് എം ജി ശ്രീകുമാർ. അതിൽ നിന്നാണ് ശ്രീകുമാർ പാട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഈ ജന്മമൊന്നുമല്ല, എത്ര ജന്മം കഴിഞ്ഞാലും എം ജി രാധാകൃഷ്ണനെ എം ജി ശ്രീകുമാർ മറക്കാൻ പാടില്ല. തീർച്ചയാണത്. ആ ഒരു പാട്ടിൽ നിന്ന് കിട്ടിയ പാട്ടേ ഉള്ളൂ എം ജി ശ്രീകുമാറിന്. അല്ലാതെ ശ്രീകുട്ടൻ ക്ലാസിക് മ്യൂസിക് ഇരുന്ന് പഠിച്ചിരുന്ന വ്യക്തിയേ അല്ല. പക്ഷേ കേൾവി വിജ്ഞാനം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ജ്ഞാനമുള്ളവർക്കാണെങ്കിൽ കേൾവി ജ്ഞാനം മതി, അവർക്ക് തന്നെത്താൻ പാടാനാകും. അങ്ങനെ ഒരു വ്യക്തിയാണ് എം ജി ശ്രീകുമാർ. ഇതൊക്കെയാണ് ഓമനക്കുട്ടി ടീച്ചർ പറയുന്നത്. ജ്യേഷ്ഠനോട്, ഗുരുനാഥനോട് ശ്രീകുമാർ കാണിച്ച ദ്രോഹം, അനുജനോടുള്ള കുറച്ച് വാത്സല്യം മിക്സ് ചെയ്തതാണ് ഓമനക്കുട്ടി ടീച്ചർ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നെനിക്ക് തോന്നുന്നു. ടീച്ചറുടെ സ്റ്റാൻഡ് അവിടെയും ഇവിടെയും തൊടാതെയാണ് എന്ന് തോന്നുന്നു. ജീവിച്ച തറവാടിൻ്റെ നെറുകെ മതിൽ കെട്ടി എന്ന് പറയിപ്പിക്കാനും ഒരന്യ മതസ്ഥന് വിറ്റ് ജ്യേഷ്ഠൻ്റെ കുടുംബത്തെ തോൽപ്പിക്കാനും പോകണ്ടായിരുന്നു. ഇട്ടുമൂടാനുള്ള കാശുണ്ടായിരുന്നില്ലേ ഗായക എന്നാണ് എനിക്ക് ശ്രീകുമാറിനോട് ചോദിക്കുക. എനിക്ക് ശ്രീകുമാറിൻ്റെ വിരോധവുമില്ല, സന്തോഷവുമില്ല, പകയുമില്ല, അടുപ്പവുമില്ല. പക്ഷേ ചെയ്തത് വലിയ ക്രൂരതയായിപ്പോയെന്ന് ഞാൻ പറയും. നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. ഒരുപാട് പേർക്ക് അന്നം നൽകിയ മേടയിൽ വീടിൻ്റെ നടുക്കുകൂടി മതിൽ കെട്ടി രണ്ടാക്കി കളഞ്ഞു. പിന്നെ അത് കാണാൻ രാധാകൃഷ്ണൻ ചേട്ടൻ ഇല്ലായിരുന്നത് ഭാഗ്യം എന്ന് ഞാൻ പറയും. നന്ദി, നമസ്കാരം.